ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. ഈ വിധമുള്ള ശ്രീമന്നാരായണീയത്തെ നാരായണപാദങ്ങളിൽ നാരായണ ഭട്ടതിരി സമർപ്പിച്ച നറുനവനീതത്തെ നാരായണീയ മധുരമായി നാം ആസ്വദിച്ചു തുടങ്ങിയിട്ട് ഇന്ന് 200 ദിവസങ്ങൾ പൂർത്തിയാകുന്നു. ഇന്ന് 20ാമത്തെ ദശകത്തിൽ ആദ്യത്തെ ശ്ലോകം നമ്മൾ ചൊല്ലി സമർപ്പിക്കുമ്പോൾ അത് നാരായണീയത്തിലെ 200ാമത്തെ ശ്ലോകമായിട്ട് തീർന്നു. ആ ശ്ലോകത്തെ ആദ്യം പാരായണം ചെയ്യാം, പിന്നീട് അതിൻ്റെ അർത്ഥം, തുടർന്ന് വീണ്ടും ഒരിക്കൽ കൂടി പാരായണം, അതിനുശേഷം ഭാഷാഗാനമായ ശ്രീഹരിയ പാരായണം. ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധത്തിലെ ആദ്യത്തെ 6 അധ്യായങ്ങളെ കൊണ്ട് വിവരിക്കുന്ന ഋഷഭദേവാവതാര ചരിത്രം, പ്രിയവ്രതൻ, ആഗ്നീധ്രൻ, നാഭി, ഋഷഭൻ എന്ന ആ ചരിത്രത്തെ, ആ പരമ്പരയെയാണ് ഈ ദശകത്തിൽ പട്ടേരിപ്പാട് ചുരുക്കി പറഞ്ഞു വരുന്നത്. പ്രിയവ്രതസ്യ പ്രിയപുത്രഭൂതാദാഗ്നീധ്രരാജാദുദിതോ ഹി നാഭി ത്വാം ദൃഷ്ടവാനിഷ്ടദമിഷ്ടിമധ്യേ തവൈവ തുഷ്ട്യൈ കൃതയജ്ഞകർമാ. പ്രിയവ്രതസ്യ പ്രിയപുത്രഭൂതാദ് ആഗ്നീധ്രരാജാദ് ഉദിതഃ നാഭി ഹി തവ ഏവ തുഷ്ട്യൈ കൃതയജ്ഞകർമാ
ഇഷ്ടിമധ്യേ ഇഷ്ടദം ത്വാം ദൃഷ്ടവാൻ. ഇവിടെ പ്രിയവ്രതസ്യ പ്രിയപുത്രഭൂതാത് ആഗ്നീധ്രരാജാത്, പ്രിയവ്രതന്റെ പ്രിയപുത്രനായിരിക്കുന്ന ആഗ്നീധ്രൻ എന്ന രാജാവിൽ നിന്ന് ജനിച്ച ഉദിതഹ നാഭി, ജനിച്ച നാഭി, ആ നാഭിയാകട്ടെ നാഭിഹി തവ ഏവ തുഷ്ട്യൈഹി, അവിടുത്തെ തന്നെ പ്രീതിപ്പെടുത്താൻ, പൊന്നുഗുരുവായൂരപ്പ അവിടുത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി മാത്രം കൃതയജ്ഞ കർമ്മ, ഒരു യാഗകർമ്മം ആരംഭിച്ചിട്ട് യാഗത്തിനിടയിൽ ഇഷ്ടിമധ്യേ, ആ ഇഷ്ടിക്കിടയിൽ യാഗയജ്ഞത്തിനിടയിൽ ഇഷ്ടദം ത്വാം ദൃഷ്ടവാൻ, ഇഷ്ടങ്ങളെ നൽകുന്ന അഭീഷ്ടങ്ങളെ നൽകുന്ന അവിടുത്തെ കണ്ടു. ആ പൊന്നുഗുരുവായൂരപ്പ അവിടുത്തെ കണ്ടു. പ്രിയവ്രതന് 7 പുത്രന്മാര്, അല്ലെങ്കിൽ പ്രിയവ്രതന്റെ 7 പുത്രന്മാർക്കാണ് പ്രിയവ്രതൻ ഈ ഭൂമിയെ 7ആക്കി തിരിച്ച് അതിൻ്റെ ഭരണമേൽപ്പിച്ചത്. അതിൽ ജംബൂദ്വീപ്, ജംബൂ, പ്ലക്ഷം, ശാൽമലി, കുശം, ക്രൗഞ്ചം, ശാകം, പുഷ്കരം, ഈ 7 ദ്വീപുകളിൽ ജംബൂദ്വീപിനെ ഭരിച്ചിരുന്ന ആളാണ് ആഗ്നീധ്രൻ. ആഗ്നീധ്രന് പൂർവചിത്തി എന്ന അപ്സര സ്ത്രീയിൽ ഉണ്ടായ 9 പുത്രന്മാരിൽ ഒരാളാണ് നാഭി. ആ നാഭി നമ്മുടെ അജനാഭ വർഷത്തെ ഭരിച്ചു. ആ നാഭിയുടെ യജ്ഞത്തിനിടയിലേക്ക് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. നാഭി ഭഗവാനെ കണ്ടു എന്ന് പറയുന്നിടത്താണ് നമ്മൾ ഇന്ന് ഈ സമർപ്പണം നാരായണീയ മധുരം സമർപ്പിക്കുന്നത്. ഒരിക്കൽ കൂടി ആ ശ്ലോകം ചൊല്ലാം. പ്രിയവ്രതസ്യ പ്രിയപുത്രഭൂതാദാഗ്നിധ്രരാജാദുദിതോ ഹി നാഭി ത്വാം ദൃഷ്ടവാനിഷ്ടതമിഷ്ടിമധ്യേ തവൈവ തുഷ്ട്യൈ കൃതയജ്ഞകർമ്മ. ഇനി നമുക്ക് ഇതിൻ്റെ പരിഭാഷയായിട്ടുള്ള ശ്രീഹരിയം ഒരു നിഴൽ നാരായണീയം വഞ്ചിപ്പാട്ടിൻ്റെ ഇണത്തിൽ പാടി സമർപ്പിക്കാം. നാരായണ 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 ഋഷഭമൂർത്തേ. പ്രിയവ്രതപുത്രനാകും ആഗ്നിധ്രന്റെ മകൻ നാഭി, പ്രിയമേറും നിരവധി യാഗങ്ങൾ ചെയ്തു. പ്രീതി തേടി യാഗം ചെയ്യും നാഭിരാജൻ തൻ്റെ മുന്നിൽ, പ്രേമലോലൻ ഭഗവാനും ദർശനം നൽകി. നാരായണ 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 ഋഷഭമൂർത്തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര നാരായണ നാമ സങ്കീർത്തനം. നാരായണ നാരായണ നാരായണ.